പരിപ്പ് കറി എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ? ഇന്നത്തെ റെസിപ്പി പരിപ്പ് കറിയാണ്. ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണ ഉണ്ടാക്കി നോക്കൂ. ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാനായിട്ട് ഇത് മാത്രം മതി, വേറെ ഒന്നും തന്നെ ആവശ്യമില്ല. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായി കുക്കറിലേക്ക് ആവശ്യത്തിന് പരിപ്പെടുത്ത് തക്കാളി, സവാള, പച്ചമുളക്, ആവശ്യത്തിന് വെള്ളം, ഉപ്പും ചേർത്ത് ഇതൊന്ന് വേവിക്കാൻ വെക്കാം. ഒരു 4 വിസിലിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായി ഉടച്ചു കൊടുക്കാം. ഇനി ഒരു ചട്ടി വെച്ച് കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുത്ത് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് ഒരു 4 വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് മൂത്തതിന് ശേഷം ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് നല്ലപോലെ സോഫ്റ്റായി വരണം. അതിനുശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് കായപ്പൊടി ഇത്രയും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയെടുത്ത് അതിൻ്റെ വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മല്ലിയില കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതുപോലുള്ള ഈസി റെസിപ്പീസിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.